കടലിടുക്ക് കൂടി കാൽക്കീഴിലാക്കാമെന്ന് കരുതിയാണ് അമേരിക്കൻ പട്ടാളവുമായി ട്രംപ് ഇറാന്റെ മണ്ണിൽ സംഹാര താണ്ഡവത്തിന് ഇറങ്ങിയത്. എന്നാൽ അമേരിക്ക ചിന്തിക്കുന്നതിനും എത്രയോ മുകളിലായിരുന്നു ഇറാന്റെ കരുത്ത്. ഹോർമുസ് കടലിടുക്ക് മാത്രമല്ല, രാജ്യത്തെ ഒരു തരി മണൽ പോലും അമേരിക്കക്കോ അമേരിക്കയുടെ വാക്ക് കേട്ട് മാത്രം ചലിക്കുന്ന ഇസ്രായേലിനോ വിട്ടുകൊടുക്കില്ല എന്ന് ഒരു ജനത തീരുമാനിച്ചപ്പോൾ നിങ്ങൾക്ക് പരാജയം സമ്മതിക്കേണ്ടതായി വന്നു. ഹോർമുസിലെ തീ പാറിയ പോരാട്ടത്തിനൊടുവിൽ ഇതാ അമേരിക്ക മുട്ടുമടക്കിയിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ഇറാന്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ തളർന്ന് കിതച്ചുപോയ ട്രംപിന് ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയാണ്. പശ്ചിമേഷ്യയുടെ മണ്ണിലേക്ക് നിങ്ങൾ ഇനി കണ്ണുയർത്തി നോക്കുക കൂടി ചെയ്യരുത് എന്ന താക്കീതാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് നിലവിലെ അവിടുത്തെ അവസ്ഥ എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് ഈ യുദ്ധം അമേരിക്ക ഉണ്ടാക്കിയ ഒരു അനാവശ്യ യുദ്ധമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരം എന്ത് തന്നെ ആയാലും കമന്റ് ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആഗോള ഊർജ വിപണിയുടെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ ആധിപത്യത്തിന് അന്ത്യമാകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇറാനെ സമ്മർദ്ദത്തിലാക്കാനും സമുദ്രപാതയിൽ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാനും ലക്ഷ്യമിട്ട് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രൊജക്ട് ഫ്രീഡം വെറും 48 മണിക്കൂറിനുള്ളിൽ തകർന്നടിഞ്ഞത് അമേരിക്കൻ സാമ്രാജ്യത്തിനേറ്റ കനത്ത പ്രഹരം തന്നെയാണ്. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ഈ ജലപാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാനാണ് അമേരിക്ക പദ്ധതി ഒരുക്കിയത്. എന്നാൽ കേവലം 2 കപ്പലുകളെ മാത്രം കടത്തിവിട്ടുകൊണ്ട് ഈ ദൗത്യം അവസാനിപ്പിക്കേണ്ടി വന്നത് ആഗോളതലത്തിൽ അമേരിക്കയുടെ സൈനിക ശക്തിയുടെ പരിമിതികളെ തുറന്നു കാണിക്കുകയും ചെയ്തു. 10,000-കണക്കിന് നാവികരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് വീമ്പിളക്കിയ അമേരിക്കയ്ക്ക് ഇറാന്റെ സൈനിക ജാഗ്രതയ്ക്കും തന്ത്രപരമായ നീക്കങ്ങൾക്ക് മുന്നിൽ പതറേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. പശ്ചിമേഷ്യൻ മണ്ണിൽ തങ്ങൾക്ക് ഇനി പഴയതുപോലെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം വൈറ്റ് ഹൗസിന് ഇതോടെ ബോധ്യമായിരിക്കുകയാണ്. അമേരിക്കൻ ഉപരോധങ്ങളെയും ഭീഷണികളെയും അതിജീവിച്ച് ഹോർമുസിൽ ഇറാൻ കൈവരിക്കുന്ന സ്വാധീനം വിസ്മയിക്കുന്നത് തന്നെയാണ്. ഈ മേഖലയിലെ ഓരോ നീക്കവും കൃത്യമായി നിരീക്ഷിക്കാനും തടയാനുമുള്ള ഇറാന്റെ ശൈലി പ്രൊജക്ട് ഫ്രീഡം പോലെയുള്ള ദൗത്യങ്ങളെ നിഷ്പ്രഭമാക്കി. അമേരിക്കൻ സൈനിക സാന്നിധ്യം സമാധാനം കൊണ്ടുവരുന്നതിന് പകരം മേഖലയെ കൂടുതൽ സംഘർഷഭരിതമാക്കുകയാണ് എന്ന വാദത്തിന് ഈ പരാജയം അടിവരയിടുന്നു. സ്വന്തം തീരത്തിനടുത്ത് വിദേശ ശക്തികളുടെ കപ്പൽ പടയെ വിന്യസിക്കാനുള്ള നീക്കത്തെ ഇറാൻ തങ്ങളുടെ പരമാധികാരം ഉപയോഗിച്ച് ഫലപ്രദമായി പ്രതിരോധിക്കുകയും ചെയ്തു. പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിൽ അമേരിക്ക പുലർത്തിയിരുന്ന അപ്രമാദിത്വം ഇല്ലാതാകുന്നതിന്റെ സൂചനയാണിത്. സാമ്പത്തികമായും സൈനികമായും ലോകത്തെ നിയന്ത്രിച്ചിരുന്ന അമേരിക്കൻ നയങ്ങൾ ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്നു. അറബ് രാജ്യങ്ങൾക്കിടയിൽ പോലും അമേരിക്കൻ താല്പര്യങ്ങളെക്കാൾ പ്രാദേശിക സുരക്ഷയ്ക്കും സഹകരണത്തിനും മുൻഗണന നൽകുന്ന സാഹചര്യം സംജാതമാകുകയാണ്. ഡോളർ രാഷ്ട്രീയവും സൈനിക ഭീഷണിയും ഉപയോഗിച്ച് വിപണികളെ കീഴടക്കാമെന്ന മോഹം ഹോർമുസിലെ തിരമാലകളിൽ തട്ടിച്ചിതറിപ്പോയിരിക്കുന്നു. ഹോർമുസിലെ ഈ മാറ്റങ്ങൾ കേവലം ഒരു പ്രാദേശിക പ്രശ്നമൊന്നുമല്ല. ആഗോള എണ്ണ വ്യാപാരത്തെയും ചരക്ക് നീക്കത്തെയും ഇത് നേരിട്ട് ബാധിക്കുന്ന വിഷയവുമാണ്. അമേരിക്കയുടെ പരാജയപ്പെട്ട നയങ്ങൾ കാരണം സമുദ്ര വ്യാപാരം തടസ്സമാകുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. സുരക്ഷിതമായ ഒരു പാത ഒരുക്കുന്നതിൽ പരാജയപ്പെട്ട അമേരിക്കൻ സൈന്യം മേഖലയിലെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഉയർത്തുന്ന പ്രതിരോധം അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ അന്ത്യകൂദാശയായി മാറുകയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ വിലയിരുത്താം. പ്രൊജക്ട് ഫ്രീഡം എന്ന പേരിൽ വന്ന അധിനിവേശ നീക്കം മുളയിലെ നുള്ളിക്കൊണ്ട് മേഖലയിലെ യഥാർത്ഥ ശക്തി തങ്ങൾ തന്നെയെന്ന് ഇറാൻ ഒരിക്കൽ കൂടി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. അമേരിക്കൻ മേധാവിത്വം അവസാനിപ്പിക്കുന്ന ഒരു പുതിയ ലോകക്രമത്തിന്റെ തുടക്കമാണ് ഇതെന്ന് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ വിലയിരുത്താവുന്നതാണ്. അമേരിക്കൻ അധിനിവേശ താല്പര്യങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കും ഈ തന്ത്രപ്രധാന മേഖലയിൽ നേരിടേണ്ടി വരുന്ന തിരിച്ചടികൾ ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് പ്രൊജക്ട് ഫ്രീഡം പോലുള്ള ദൗത്യങ്ങളുടെ പരാജയം, വൻ ശക്തികളുടെ സൈനിക മേധാവിത്വം ഇത്തരം സങ്കീർണമായ ഭൂപ്രദേശങ്ങളിൽ എത്രത്തോളം പരിമിതമാണ് എന്നതിന്റെ തെളിവായിട്ടാണ് ഇപ്പോൾ മാറുന്നത്. വെറും 48 മണിക്കൂറിനുള്ളിൽ ദൗത്യം അവസാനിപ്പിക്കേണ്ടി വന്നതും ചുരുക്കം കപ്പലുകൾക്ക് മാത്രം സംരക്ഷണം നൽകാൻ സാധിച്ചതും അമേരിക്കയുടെ തന്ത്രപരമായ പരാജയമായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ സാഹചര്യം ഇറാന്റെ പ്രാദേശികമായ സ്വാധീനത്തെയും പ്രതിരോധ ശേഷിയെയുമാണ് ശരിവെക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഇറാന് നൽകുന്ന മുൻതൂക്കം മറികടക്കാൻ പുറത്തുനിന്നുള്ള സൈനിക ശക്തികൾക്ക് സാധിക്കുന്നില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ്. 10,000-കണക്കിന് നാവികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടു എന്ന വാദം ആഗോള വ്യാപാര പാതകളുടെ സുരക്ഷയിൽ പ്രാദേശിക ശക്തികളുടെ സഹകരണം എത്രത്തോളം അനിവാര്യമാണെന്നും വ്യക്തമാക്കുന്നു. സാമ്രാജ്യത്വ നയങ്ങളുടെ തകർച്ചയും സ്വയം ഭരണാധികാരമുള്ള പ്രാദേശിക ശക്തികളുടെ വളർച്ചയായും ഇതിനെ നമുക്ക് കാണാവുന്നതാണ്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന ഈ ജലപാതയിൽ
വൻ ശക്തികളുടെ ഏകപക്ഷീയമായ ഇടപെടലുകൾ ഇനി എളുപ്പമാകില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയം വിരൽ ചൂണ്ടുന്നത്. അമേരിക്കൻ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പുതിയ ലോകക്രമത്തിന്റെ തുടക്കമായി ഇത്തരം സംഭവ വികാസങ്ങളെ നിരീക്ഷിക്കാവുന്നത് ഇവിടെയാണ്. ഷിപ്പിംഗ് കമ്പനികൾക്കിടയിൽ പോലും ആശങ്ക വർദ്ധിച്ചിരിക്കുന്നു. ഈ ആശങ്ക ആഗോള വ്യാപാര രംഗത്തെ പുതിയൊരു യാഥാർത്ഥ്യത്തേക്കാണ് അടിവരയിടുന്നത്. ജീൻ സെറോക്കയോ പോലുള്ള പ്രമുഖരുടെ നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് കടലിലെ സുരക്ഷ എന്നത് വെറും സൈനിക അകമ്പടി കൊണ്ട് മാത്രം നേടാവുന്ന ഒന്നല്ല എന്നാണ്. യുദ്ധക്കപ്പലുകൾ കൂടെ ഉണ്ടെങ്കിൽ പോലും കപ്പലുകൾ ആക്രമിക്കപ്പെടാനോ പിടിച്ചെടുക്കപ്പെടാനോ ഉള്ള സാധ്യത നിലനിൽക്കുന്നത് അമേരിക്കയുടെ സുരക്ഷാ കവചത്തിന്റെ വിശ്വാസ്യതയെ സാരമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. വൻകിട ഷിപ്പിംഗ് എക്സിക്യൂട്ടീവുകൾ തങ്ങളുടെ കോടിക്കണക്കിന് രൂപയുടെ ചരക്കുകളും ജീവനക്കാരുടെ സുരക്ഷയും അമേരിക്കൻ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് പന്തയത്തിന് വെക്കാൻ തയ്യാറാകാത്തത് ഈ പരാജയത്തിന്റെ ആഴമാണ് വ്യക്തമാക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ കാര്യമെടുത്താൽ അവിടെ ഇറാൻ ഒരു അനിവാര്യമായ ബദൽ ശക്തിയായി മാറുന്നത് വളരെ സ്വാഭാവികമാണ്. ഭൂമിശാസ്ത്രപരമായി ഈ ജലപാതയുടെ നിയന്ത്രണം ഇറാന്റെ കൈകളിലായതിനാൽ അവരുടെ സഹകരണമില്ലാതെ ഈ മേഖലയിൽ ശാശ്വതമായ സമാധാനം അസാധ്യമാണ് എന്ന് ലോകം തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. സൈനികമായ ഭീഷണികളേക്കാൾ പ്രായോഗികമായ സമാധാന ഉടമ്പടികൾക്കും പ്രാദേശികമായ ചർച്ചകൾക്കുമാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന വാദത്തിന് ഇവിടെ വലിയ പ്രസക്തിയാണുള്ളത്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഏകപക്ഷീയമായ ഇടപെടലുകൾക്ക് പകരം മേഖലയിലെ യഥാർത്ഥ ശക്തികളെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പുതിയ സുരക്ഷാക്രമം രൂപപ്പെട്ടു വരുന്നത് നമ്മൾ കാണുകയാണ്. ചുരുക്കി പറഞ്ഞാൽ കടലിടുക്കിലെ സുരക്ഷിതമായ ചരക്കു നീക്കത്തിന് ഇറാന്റെ നിലപാടുകൾ നിർണായകമാണ് എന്ന യാഥാർത്ഥ്യം ഷിപ്പിംഗ് ലോകം അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്. എന്തായാലും ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ നെടുന്തൂണായ ഹോർമുസ് കടലിടുക്ക് ഇന്ന് അമേരിക്കൻ അപ്രമാദത്തിന്റെ തകർച്ചയുടെയും ഇറാന്റെ കരുത്തുറ്റ തിരിച്ചുവരവിന്റെയും സാക്ഷ്യപത്രമായി മാറുന്നു. ലോകത്തെ മൊത്തം എണ്ണ ഉപഭോഗത്തിന്റെ ഗണ്യമായ ഭാഗം കടന്നുപോകുന്ന ഈ തന്ത്രപ്രധാന ജലപാതയിൽ തങ്ങളുടെ സൈനിക ശക്തി ഉപയോഗിച്ച് മേധാവിത്വം സ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ പരാജയപ്പെടുന്ന കാഴ്ച എന്തു സന്തോഷകരമാണല്ലേ. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ വലിയ കൊട്ടിഘോഷങ്ങളോടെ ആരംഭിച്ച പ്രൊജക്ട് ഫ്രീഡം എന്ന ദൗത്യം വെറും 48 മണിക്കൂറിനുള്ളിൽ തകർന്നടിഞ്ഞത് അമേരിക്കൻ സാമ്രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിലേറ്റ കനത്ത പ്രഹരമാണ് എന്ന് വീണ്ടും വീണ്ടും പറയേണ്ടിയിരിക്കുന്നു. കേവലം 2 കപ്പലുകളെ മാത്രം കടത്തിവിട്ട് ദൗത്യം അവസാനിപ്പിക്കേണ്ടി വന്നത് ആഗോള പോലീസുകാരൻ ചമയുന്ന അമേരിക്കയുടെയും സൈനിക പരിമിതികളെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്ന സംഭവമായിട്ട് തന്നെയാണ് മാറിയിരിക്കുന്നത്. അമേരിക്കയും അവരുടെ പ്രാദേശിക പങ്കാളിയായ ഇസ്രായേലും പശ്ചിമേഷ്യയിൽ നടത്തുന്ന ഇടപെടലുകളാണ് മേഖലയിലെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം പോലും. സ്വന്തം അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതും സൈനിക ഭീഷണി ഉയർത്തുന്നതും പതിവാക്കിയ അമേരിക്കൻ നയങ്ങൾ ഇന്ന് വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലിനെ മുൻനിർത്തി നടത്തുന്ന ഈ കരുനീക്കങ്ങൾ മേഖലയിലെ അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ പോലും അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യവും നമ്മൾ ഇതിനോടകം തന്നെ സംസാരിച്ചതാണ്. തങ്ങളുടെ സുരക്ഷയ്ക്കായി അമേരിക്ക ആശ്രയിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ഷിപ്പിംഗ് കമ്പനികൾ പോലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ അറബ് ലോകവും അത് മനസ്സിലാക്കിയെന്ന് നമുക്ക് പറയാവുന്നതാണ്. ലോസ് ഏഞ്ചൽസ് തുറമുഖ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജിൻ സെറോക്കോ സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ സൈന്യത്തിന്റെ അകമ്പടി ഉണ്ടെങ്കിൽ പോലും തങ്ങളുടെ ചരക്കുകൾ നീക്കാൻ ഷിപ്പിംഗ് എക്സിക്യൂട്ടീവുകൾ ഭയപ്പെടുന്നു എന്ന ആഗോള വ്യാപാര രംഗത്ത് അമേരിക്കയ്ക്കുള്ള വിശ്വാസ്യത എത്രത്തോളം തകർന്നത് എന്നതിന്റെ തെളിവ് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ഇറാൻ ഒരു ശക്തമായ ബദലായി ഉയർന്നു വരുന്നത് യാദൃശ്ചികമല്ല. അമേരിക്കൻ ഉപരോധങ്ങളെയും നിരന്തരമായ ഭീഷണികളെയും അതിജീവിച്ച് ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ഇറാൻ സാധിച്ചിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായ മേധാവിത്വത്തോടൊപ്പം തന്നെ തദ്ദേശീയമായ പ്രതിരോധ സാങ്കേതിക വിദ്യകളും ഇറാൻ വികസിപ്പിച്ചെടുത്തു. വൻ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ സ്വന്തം പരമാധികാരം സംരക്ഷിക്കാനുള്ള ഇറാന്റെ നിശ്ചയദാർഢ്യം മേഖലയിലെ മറ്റ് രാജ്യങ്ങൾക്കും വലിയ പാഠമാണ് നൽകുന്നത്. സമുദ്ര വ്യാപാരത്തിന്റെ സുരക്ഷ എന്നത് സൈനിക ശക്തി പ്രകടനത്തിലൂടെയല്ല, മറിച്ച് പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ പരസ്പര സഹകരണത്തിൽ അധിഷ്ഠിതമായ പ്രാദേശിക സഹകരണത്തിലൂടെയാണ് ഉറപ്പാക്കേണ്ടതെന്ന് ഇറാൻ ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു. ഏതായാലും അമേരിക്കയുടെ കാര്യം ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. പഴയ ലോക പോലീസ് ഇപ്പോൾ ഒന്നുമല്ലാത്ത ആളായിരിക്കുന്നു എന്നതാണ് ഇത്തരം വാർത്തകൾ നമ്മളോട് പറയുന്നത്. എന്തായാലും അമേരിക്കൻ സാമ്രാജ്യം അതിന്റെ അന്ത്യഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്നതിന്റെ സൂചനകൾ തന്നെയാണ് പശ്ചിമേഷ്യയിലെ ഈ മാറ്റങ്ങൾ നമ്മളോട് പറയുന്നത്. ഈ വിഷയത്തിൽ നിങ്ങൾ എന്താണ് പറയുന്നത് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുന്നുണ്ട്.